അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ, ബീഫ് പൊരിച്ചതാണ് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ മക്കൾക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുഴച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് മൂടി വെക്കുക. തീ നന്നായി കത്തിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ബീഫാണിത്. ഈ രൂപത്തിലുണ്ടാക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബീഫ്. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി ഒന്ന് വാടി വന്നാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് പകുതി കോരി മാറ്റാം ഈ രൂപത്തിൽ. എന്നിട്ട് അതിലേക്ക് ബീഫ് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കുക. ഇടയ്ക്ക് ഈ രൂപത്തിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക പതുക്കെ. ഒരല്പം കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിനേക്ക് ആവശ്യമുള്ളത് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഒരു ചട്ടിയിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ബാക്കി കൂടെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. ബീഫ് നന്നായി തണുത്തിട്ടുണ്ട്. കുരുമുളക് വിതറിയതിന് ശേഷം നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം. ഈ രൂപത്തിലാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്.